പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു അക്യുപങ്ചറിന്റെ വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും ഇപ്പോഴും തീരാത്ത അല്ലെങ്കിൽ പുറമേ കാണിക്കാത്ത കുറച്ച് സംശയങ്ങളുണ്ട്. ഉള്ളുകൊണ്ട് എന്താണ് അക്യുപങ്ചർ എന്ന് അറിയാതെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് വന്നിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങൾ വെച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ഒരു അറിവിലേക്കും പുതുതായി വരുന്നവരിലേക്കും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ അക്യുപങ്ചറിന്റെ ഒരു വിശദമായ, എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെയും സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ ക്ലിയർ ചെയ്ത് പോണത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഏതൊരു ചികിത്സയാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ധാരണകൾ ഉണ്ടാവണം. പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസത്തോടു കൂടി തന്നെ അത് ചെയ്യാനാണ് അത് പൂർണ്ണമായി ഫലിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ അതിനെ ദൂരീകരിക്കാനായിട്ടൊരു ശ്രമം നടത്തുകയാണ്. അക്യുപങ്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും അക്യുപങ്ചറിന് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അകത്തേക്ക് ഒന്നും കൊടുക്കുന്നില്ല. എക്സ്റ്റേണലി ശരീരത്തിന്റെ ഉൾഭാഗത്തൂടെ പോയിരിക്കുന്ന ചില റൂട്ടുകളാണ്. ഓരോ ഓർഗൻ റിലേറ്റ് ചെയ്തിട്ട്, ഓർഗൻ ട്രീറ്റ്മെന്റ് ആണ് അക്യുപങ്ചർ എന്നത്. ഓർഗൻ റിലേറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്ന ഓരോ റൂട്ടുകളെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഓർഗനെ കറക്റ്റ് ചെയ്യും. ഒരിക്കലും ഇതൊരു രോഗചികിത്സയല്ല. രോഗങ്ങളെ ഒന്നും ചെയ്യുന്നുമില്ല. ഈ രോഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് നമ്മുടെ ഇന്റേണലി 12ഓളം ഓർഗൻസ് ഉണ്ട്. വിസിബിൾ ആയത് 12 ഉണ്ട്. ആ വിസിബിൾ ആയ ഓർഗൻസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യുക എന്നൊരു മെത്തേഡ് മാത്രമാണ് ഇവർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഓർഗൻസിനെയും ഒന്നും ചെയ്യുന്നില്ല. പകരം ഓർഗൻസിലേക്ക് പോകുന്ന റൂട്ടുകളുണ്ട്. ഒരിക്കലും ഞരമ്പിലും അല്ല. കുറെ പേരുടെ സംശയം ഞരമ്പിലാണോ കുത്തുന്നതെന്ന്. ഞരമ്പിലല്ല. ഞരമ്പായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ഓർഗൻ റിലേറ്റ് ചെയ്തിട്ട് പോകുന്ന ചില മറ്റൊരു ചാനൽ പോകുന്നുണ്ട്. നമ്മുടെ പെരുവിരൽ തുടങ്ങി തലയുടെ നെറുക വരെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു. നമ്മുടെ ക്ലിനിക്കിൽ വന്നവർ കണ്ടിട്ടുണ്ടാകും. അവിടെ ഞാൻ അതിൻ്റെ ഒരു ഡമ്മി വെച്ചിട്ടുണ്ട്. അതിൽ കുറേ റൂട്ടുകളുണ്ട്. അതൊന്ന് 365 പ്രഷർ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റൂട്ടാണെങ്കിലും ആ റൂട്ടിലുള്ള ഓരോ പോയിന്റിനും ഓരോ ജോലികളുണ്ട്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇടുന്നത് സ്വിച്ച് ആണ് എന്നുണ്ടെങ്കിലും ആ സ്വിച്ച് ഒരെണ്ണം ഇട്ടാൽ കറണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നു, മോട്ടോർ വർക്ക് ചെയ്യുന്നു, ട്യൂബ് ലൈറ്റ് വർക്ക് ചെയ്യുന്നു. ആ കറണ്ട് കൊണ്ട് എന്തൊക്കെ വർക്ക് ചെയ്യാമെന്നോ എല്ലാം വർക്ക് ചെയ്യിക്കുന്ന ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ജോലി വേറെ തന്നെയാണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഓർഗൻസിനെ റിലേറ്റ് ചെയ്ത് പോകുന്ന റൂട്ടുകളിൽ ചില പ്രഷർ പോയിന്റുകളിൽ നമ്മൾ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആ ഓർഗൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അവിടെ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ ഓർഗൻ റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അല്ലാണ്ട് ആ ഓർഗൻസിന്റെ എക്സസ് ആയിട്ടുള്ള വർക്കും നടത്തുന്നില്ല, അവിടെ ഒരു ഡെഫിഷ്യൻസിയിലേക്കും കൊണ്ടുപോകുന്നില്ല. കറക്റ്റ് ഒരു സന്തുലിതാവസ്ഥയിലേക്ക്, കൂടുതലല്ല കുറവുമല്ല, നല്ലൊരു ലെവലിലേക്ക് ആ ഓർഗനെ എത്തിക്കുന്നു. അതുകൊണ്ട് ആ ഓർഗൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ വർക്കിൻ്റെ അകത്ത് വരുന്ന എക്സസ് കണ്ടീഷനോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കണ്ടീഷനോ ആണ് നമുക്ക് ആ രോഗങ്ങൾ വരുത്തുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതോട് ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും മാറും. അതാണ് ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല, മറ്റു രോഗങ്ങളെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ ഈ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ നീഡിൽ ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മൾ മറ്റ് കുറേ സംശയങ്ങൾ വേറൊന്ന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്നുകൾ കഴിക്കാമോ, മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും കഴിക്കാം. ഒരു കുഴപ്പമില്ല. മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്. മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. മരുന്നുകൾ കഴിച്ചോളൂ. നമ്മൾക്ക് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ചിട്ട്, അസുഖങ്ങളുടെ കുറവുകൾ വരുന്നതനുസരിച്ച് മരുന്നുകളുടെ അളവ് കുറച്ച് നമുക്ക് അവസാനം നമുക്ക് പയ്യെ പയ്യെ ഗ്രാജുവലി സ്റ്റെപ്പായിട്ട് മരുന്നുകളുടെ അളവ് കുറച്ചെടുക്കാൻ പറ്റും. ഒറ്റയടിക്ക് മരുന്നുകൾ ആരും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ചില മരുന്നുകൾ ഒട്ടും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. നമ്മൾ പറയുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുണ്ട്. മറ്റൊന്ന്,
നമ്മൾ എത്ര നാള് ഇത് ചെയ്യേണ്ടി വരും? അങ്ങനെ ഒരു സംശയമുണ്ട്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഒരു രോഗത്തിൻ്റെ തുടക്കത്തിലും ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് ആരും വരുന്നില്ല. എല്ലാവരും പലവിധ ചികിത്സകൾ അല്ലെങ്കിൽ പല ചികിത്സാ സമ്പ്രദായങ്ങളിൽ കൂടി പോയിട്ട് ഒട്ടും മാറാണ്ട് മടുത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഇത് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാ മരുന്നുകളും പ്രയോഗിച്ചു, എല്ലാത്തരം ചികിത്സാ രീതികളും നോക്കി, പക്ഷെ ഒരു മാറ്റവുമില്ല. അസുഖങ്ങൾ കൂടണമല്ലാണ്ട് കുറയുന്നില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക അസ്വസ്ഥതകൾ, ഉറക്കമില്ലായ്മ, ഇതൊക്കെ കൂടി വർദ്ധിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ പേരും ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും. ആദ്യം ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്നാൽ ഒന്ന് പോയി ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് കരുതി വരുന്നവരാണ് 10 പേരുണ്ടെങ്കിൽ 9 പേര്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത് ഒറ്റയടിക്ക് വന്നൊരു അസുഖത്തെ കുറച്ച് നാളുകൾ നിങ്ങൾ കൊണ്ടു നടന്ന അസുഖമാണ്. ആ അസുഖങ്ങൾ മാറണമെങ്കിൽ അതനുസരിച്ച് തന്നെ സമയം വേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ ഒരു 2-3 സിറ്റിംഗ് കൊണ്ട് തന്നെ, ചിലപ്പോൾ ഒരു സിറ്റിംഗ് കൊണ്ട് തന്നെ മാറുന്ന അസുഖങ്ങളുണ്ട്. കാരണം അതിവിടെ വന്നവർക്ക് അനുഭവങ്ങളുണ്ട്. ഒരു ഷോൾഡർ പെയിൻ ആയിട്ട് വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിപ്പോകും. കാരണം ആ കൈ സ്പോട്ടിൽ തന്നെ അവിടുത്തെ ആ ബ്ലോക്ക് മാറ്റി കൈ ഉയർത്തി കാണിക്കുന്ന ഒത്തിരി ഞാനിവിടെ തെളിവുകൾ കാണിച്ചിട്ടുണ്ട്. എനിവേ, അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു രോഗവും തുടക്കത്തിലാണെങ്കിൽ പെട്ടെന്ന് മാറ്റാനും, എന്നാൽ കുറച്ച് നാൾ കൊണ്ടു നടന്ന രോഗമാണെങ്കിൽ അത് കുറച്ച് നാളെടുക്കും എന്നുള്ളതും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കുറച്ച് നാളെടുക്കും. അല്ലാണ്ട് 1-2 സിറ്റിംഗ് കൊണ്ടിട്ട് ഒന്നും മാറിയില്ല എന്ന് പറഞ്ഞ് പരിഭവം പറയുന്ന ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ടിട്ട് ദയവേത് ഓർക്കുക, പെട്ടെന്ന് മാറുന്ന രോഗങ്ങൾ വളരെ കുറവാണ്. അത് വളരെ കുറവാണ് എന്നുദ്ദേശിച്ചത് കൂടുതൽ നാൾ കൊണ്ടു നടന്നു. നിങ്ങൾ ഏത് രോഗത്തിന് തുടക്കത്തിൽ വന്നോളൂ. തുടക്കത്തിൽ വന്നാൽ വളരെ ഫാസ്റ്റായിട്ട് അത് തിരിച്ചു പോകുന്നതും കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടിട്ട് അതും ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്, എത്ര ടൈം ഡ്യൂറേഷൻ വേണം ഇതിൻ്റെ ഓരോ സിറ്റിങ്ങിന്? ഞാൻ എല്ലാവരോടും പറയുന്നത്, ആദ്യത്തെ 10 സിറ്റിംഗ് നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യുക. അതല്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ, അതല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ. ഒരിക്കലും ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല. ദിവസവും ചെയ്താൽ ഓവർ സ്റ്റിമുലേഷൻ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലെങ്കിലും രോഗശമനത്തിന് സാധ്യത പിന്നെയും വൈകും. കാരണം നമ്മളൊരു സ്റ്റിമുലേഷൻ, ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു നീഡിൽ ഒരു പ്രഷർ പോയിന്റിൽ വെച്ചാൽ മിനിമം 24 hours അതിൻ്റെ വർക്ക് അവിടെ നടക്കും. ആ 24 hours കഴിഞ്ഞ് വീണ്ടും ഒരു 24 hours കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഉത്തമം. അക്യുപഞ്ചർ മേഖലയിൽ ഉള്ള എല്ലാവർക്കും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് ഡെയിലി ചെയ്ത് കൊടുക്കുന്ന ആവശ്യമില്ല. ആ 24 hours കഴിഞ്ഞിട്ട് 2 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലേക്കെങ്കിലും മാറ്റി വരുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് ആദ്യത്തെ ആ 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും, 10 ദിവസമല്ല 10 സിറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീക്കിലി ട്വൈസ്, ആഴ്ചയിൽ 2 പ്രാവശ്യം, പിന്നീട് ആഴ്ചയിൽ 1 പ്രാവശ്യം, അങ്ങനെയൊക്കെ ഡിസ്റ്റൻസിൽ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട്. അങ്ങനെ പോയി കുറച്ച് നാളങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഒട്ടനവധി രോഗങ്ങൾ നമ്മളുടെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഞാനിത് ഉറപ്പിച്ച് പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തുടങ്ങി ഇപ്പോഴും വരെ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ക്ലിനിക്കിലുണ്ട്. അവർ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു സംശയത്തോടുകൂടി വന്നവരാണ്. അവരുടെ അസുഖങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വെറുതെ വന്നു പോകുന്നവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അസുഖമൊന്നുമില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം മറ്റു മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം ഇന്നവരെ വന്നിട്ടില്ല. എല്ലാവർക്കും പനി വരുമ്പോഴും ഞങ്ങൾക്ക് പനി വരുന്നില്ല. എല്ലാവർക്കും മറ്റ് അസ്വസ്ഥതകൾ പെട്ടെന്ന് കയറി പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. ഒരു യാത്ര പോയാൽ ബുദ്ധിമുട്ടുകളില്ല. യാത്ര പോയി തിരിച്ചു വരുമ്പോൾ, മുമ്പൊക്കെ യാത്ര പോയി തിരിച്ചു വന്നാൽ 2 ദിവസം കിടന്നു പോകും. ഇപ്പം അങ്ങനെയുള്ള അവസ്ഥയില്ല. ഇങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ, അനങ്ങിയാൽ പെയിൻ കില്ലർ കഴിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അവരൊക്കെ അതൊക്കെ നിർത്തി. കാരണം ഞാൻ പറഞ്ഞു നിർത്തിച്ചതൊന്നുമല്ല, അവരായിട്ട് നിർത്തി. കാരണം ശരീരത്തിന് സ്വയം ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ശരീരം ഹീൽ ചെയ്യാനുള്ള പവറിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലി മാത്രമാണ് അക്യുപഞ്ചറിലുള്ളത്. അപ്പം അങ്ങനെ വെറുതെ വന്നു പോകുന്ന ഒരുപാട് പേര് നമ്മുടെ ക്ലിനിക്കിലുണ്ട്. ഇത് തുടർച്ചയായി കൊണ്ടുപോകുന്നവരിൽ വല്ല സീസണൽ ഡിസീസ്, മീൻസ് നമുക്കിപ്പോൾ കാലാവസ്ഥ ചേഞ്ചിങ്ങിൽ വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് കോൾഡ് ആകാം, അല്ലെങ്കിൽ ചുമയാവാം, തുമ്മലാവാം. ഇത്തരത്തിലുള്ള നിസ്സാരമായ കാലാവസ്ഥ ചേഞ്ച് അനുസരിച്ച് വരുന്ന രോഗങ്ങളല്ലാണ്ട് മറ്റൊരു ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സഹായിക്കും എന്നുള്ളതും ഞാൻ ഉറപ്പിച്ച് പറയുന്നു. മറ്റൊന്ന്,
ഞാൻ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവർക്ക് എൻ്റെ വക ഒരു കോംപ്ലിമെന്റ് പോലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മറ്റൊന്നുമല്ല. നമ്മുടെ ഹെഡ് റീജിയനിൽ തലയിൽ നീഡിൽ വെക്കാറുണ്ട്. എല്ലാവരുടെയും ധാരണ ഈ തലയിൽ നീഡിൽ വെക്കുന്ന എന്തെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ടാണ്. അസുഖത്തിന് ഓക്കെ, അസുഖത്തിന് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാത്തവർക്ക് ഞാനത് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 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 ആഗ്രഹമാണ്. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരാൾ പോലും ഒരു തരത്തിലുള്ള കിടപ്പ് രോഗങ്ങളിലേക്ക് പോകരുത്. അതായത് ഒരു വശം തളർന്നു പോകുന്നത്, പാർക്കിൻസൺ ഡിസീസ്, പിന്നെ ഹാർട്ട് ഡിസീസ്, അങ്ങനെ നമുക്ക് രോഗാവസ്ഥയിൽ തളർന്ന് കിടക്കുന്ന ഒരവസ്ഥ, അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ബെഡിൽ കിടന്നുള്ള ജീവിതം. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തലയേന കൺട്രോൾ കുറയുമ്പോഴാണ് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നത്. അങ്ങനെ ഈ സ്റ്റിമുലേഷൻ നമ്മൾ ബ്രെയിനിന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ വെയിൻസും എല്ലാ നെർവ് സിസ്റ്റവും ആക്റ്റീവായി തന്നെ നിൽക്കുമ്പോൾ ഒരുവിധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, കാരണം മറവി രോഗം പോലും നമുക്ക് വരാതിരിക്കാനായിട്ട് ഈ നീഡലിംഗ് മെത്തേഡിലൂടെ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചതും വിശദമായി പറയാൻ ആഗ്രഹിച്ചത്. എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചെങ്കിലും ചിലത് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. കൃത്യമായ മറുപടി തരാൻ ഞാൻ തയ്യാറാണ്, ബാധ്യസ്ഥനാണ്. കാരണം ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവർ സ്റ്റിമുലേറ്റ് ചെയ്ത് ശരീരത്തിന് നല്ല ആരോഗ്യമായി നിലനിർത്തുക. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമ്പാദ്യമല്ല. നമുക്ക് മരണം വരെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ ബാത്റൂമിൽ സെൽഫായിട്ട് നമുക്കൊന്ന് നമ്മുടെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരാൻ കഴിയുക, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കുക, ഇതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സഹായിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് മരണം വരെ നമുക്ക് ഒരു ആരോഗ്യപരമായി ജീവിക്കാനുള്ള നമുക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലൈഫ് സ്റ്റൈൽ. അതും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഉറപ്പാണ് ഞാൻ ഈ പറയുന്നതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതല്ല ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ തോന്നിയ പോലെ കിടന്നുറങ്ങുകയോ തോന്നിയ പോലെ എഴുന്നേൽക്കുകയോ തോന്നിയ പോലത്തെ കുളിയോ ഒന്നും ഇതിൽ പറ്റില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ മാത്രമല്ല. ശരീരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളും ലൈഫ് സ്റ്റൈലിൻ്റെ താറുമാറായ അവസ്ഥ കൊണ്ട് മാത്രമാണ്. നമുക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമ്മൾ തോന്നിയ പോലെയായി നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഉപദ്രവിക്കുകയും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ സ്വഭാവത്തിനെ മനസ്സിലാക്കാണ്ട് അവരെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അത്തരം ദ്രോഹങ്ങൾ ചെയ്താൽ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാത്തിനും ഞാൻ മറുപടി പറയാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.